ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കെമിസ്ട്രി ക്ലാസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതിയാവും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത് വാട്ട് ഈസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്താണെന്ന് നമുക്കറിയാം. ഒരു ഇതിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എനർജി ഗെയിൻഡ് ഡ്യൂ ടു ദി മൂവ്മെൻറ്റ് ഓഫ് ദി മോളിക്യൂൾസ്, അതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അത് എഴുതാം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. ജസ്റ്റ് പ്രോബ്ലത്തിന് നമ്മൾ ഇട്ടുകൊടുത്ത് ചെയ്താൽ മതിയാവും. അതായത് കാൽക്കുലേറ്റ് ദി മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് C6H12O6 ആൻഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലൂക്കോസിൻ്റെ പിന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ കണ്ടുപിടിച്ചാൽ മതിയാവും. ഗ്ലൂക്കോസിൻ്റെ പറഞ്ഞാൽ C6H12O6 ആണ്. അത് പറയുന്നത് ഇവിടുത്തെ 6 എടുത്ത് എഴുതാണ്. നമ്മൾ 6 എടുത്ത് എഴുതി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ 12 ആണ്. 12 ഇട്ട് കൊടുക്കുക. പ്ലസ് ഇവിടെ എച്ച് ഹൈഡ്രജൻ 1 ആണ്. 1 ഇൻറ്റു 12 ഈ 12 ഇട്ട് കൊടുക്കുക. 12 പ്ലസ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ്. 16 ഇൻറ്റു ഈ 6 ഇട്ട് കൊടുക്കുക. അതൊക്കെ കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 118 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മാസ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് H2SO4 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്ത് സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. 2 ഇൻറ്റു 1 അതായത് H1 ആണ്. പ്ലസ് സൾഫർ എത്തിയാന്ന് നോക്കുക 32 ആണ്. പ്ലസ് O എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അത് പറയുന്നത് 16 ആണ്. അപ്പോൾ അത് 2 + 32 + 64 98 G എന്ന് കിട്ടി. അപ്പോൾ അത് നമ്മൾ രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വാട്ട് ഈസ് ദ കമ്പൈൻഡ് ഗ്യാസ് ലോ കാൽക്കുലേറ്റർ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കമ്പൈൻഡ് ഗ്യാസ് ലോ കാൽക്കുലേറ്റർ? ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 3 ഗ്യാസ് ലോസ്. 3 ഗ്യാസ് ലോവിൻ്റെ കോമ്പിനേഷനാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്നത്. അതായത് വിച്ച് ആർ ബോയ്സ് ലോ, ചാൾസ് ലോ ആൻഡ് ഗേ-ലെസാർക്ക് ലോ. ഈ 3 ലോവും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്പൈൻഡ് ലോ കാൽക്കുലേറ്റർ കിട്ടുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ദി റിഫൈനിങ് ഓഫ് എ മെറ്റൽസ്. നമ്മൾ മെറ്റൽ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇതിലെല്ലാ മെത്തേഡ്സും നമ്മൾ അറിഞ്ഞിരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലിക്വേഷൻ ആണ്. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഇത്ര മെത്തേഡ്സ് ആണ് നമ്മൾ നമ്മുടെ റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഈസ് അയൺ എക്സ്ട്രാക്റ്റഡ് ഇൻഡസ്ട്രിയലി. എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയണെന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ദി ഓർ ഈസ് ക്രഷ്ഡ് ഇൻ ടു സ്മോൾ ലംസ്. ആദ്യം നമ്മൾ ഓർ എടുത്തിട്ട് ക്രഷ് ചെയ്യും സ്മോൾ ലംസ് ആയിട്ട്, പീസസ് ആയിട്ട്. ആൻഡ് വിച്ച് വാഷ് ഔട്ട് ദി soluble impurities in the running water. അത് നമ്മൾ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ റോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇരുമ്പിൻ്റെ നമ്മുടെ അയണിൻ്റെ പ്രൊഡക്റ്റ് മെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വല്ലതും പറഞ്ഞ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടാം. ഇനി തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.